ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്യൂട്ടി ടിപ്സ് അതുപോലെ ഹെൽത്ത് ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മിക്ക കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്ന് പറയുന്നത്, ഇപ്പോൾ ചൂട് കാലമാണ്, ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയം. ഓറഞ്ച്, മുന്തിരി, അതുപോലെ തണ്ണിമത്തൻ, അങ്ങനെയുള്ള കൂടുതൽ നമുക്ക് വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മുന്തിരി. മുന്തിരി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഏറ്റവും കൂടുതൽ വിഷാംശം അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അടിച്ച് എന്താ പറയുക, മരുന്നടിച്ച് വരുന്ന ഏറ്റവും ദോഷകരമായ എല്ലാ ഫ്രൂട്ട്സും ഒരുപോലെ തന്നെയാണ്. എന്നാലും പ്രധാനമായിട്ടും നമുക്ക് അതിനകത്തെ ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ തൊലി കളയാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതായിട്ടുണ്ട്. പക്ഷെ മുന്തിരി നമുക്ക് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് ഇത് നന്നായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ഈ മുന്തിരിയിലെ വിഷാംശം കളയാനുള്ള മാർഗമാണ്. സാധാരണ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മുന്തിരിയിലെ വിഷാംശം കളയാൻ കഴിയില്ല. മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ മുന്തിരി എടുത്ത് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 20 മില്ലി ലിറ്റർ വിനാഗിരി ഒഴിക്കുക. 1 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം കഴുകി കളയുക. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പ്രത്യേകം 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി വിനാഗിരി ഒഴിക്കുക. പിന്നെ മുന്തിരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അരമണിക്കൂർ വെച്ച ശേഷം വെള്ളം ചേർത്ത് നന്നായി കൈകൊണ്ട് കഴുകിയെടുക്കുക. ഇതിലെ വിഷാംശം കളയാനുള്ള രണ്ടാമത്തെ മാർഗമാണിത്. ഇങ്ങനെ 4 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ച് കഴുകണം. നമ്മുടെ സോഡാപ്പൊടിയൊക്കെ ഉപയോഗിച്ച് സോഡാപ്പൊടി ഉപ്പും ഇട്ട് ഇങ്ങനെ ഒരു 4 തവണ കഴുകുമ്പോൾ നമ്മളുടെ മുന്തിരിയിലെ അഴുക്ക് പോകും. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് മുന്തിരി കഴുകുകയാണെങ്കിൽ മുന്തിരിയിലുള്ള വിഷാംശം പൂർണ്ണമായിട്ട് മാറുകയും നമുക്കത് വിശ്വസിച്ച് ജ്യൂസ് അടിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് കാര്യം. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്ന ടൈമാണ്. അങ്ങനെ ഉള്ള ടൈമിൽ ഏറ്റവും അനുയോജ്യപരമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന്റെ വ്യൂവേഴ്സ് എത്രത്തോളമാണ് എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വ്യൂവേഴ്സ് കാര്യം ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇടുന്ന വീഡിയോസിലൊക്കെ തന്നെ വ്യൂസ് വളരെ നല്ല കണ്ടന്റുകളാണെങ്കിൽ പോലും കാണാൻ വ്യൂവേഴ്സ് കുറവാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു പല നോക്കിക്കഴിഞ്ഞാൽ മോശം കണ്ടന്റുകൾ കാണാനായിട്ട് ഉള്ള വ്യൂസിന്റെ പകുതി അല്ലെങ്കിൽ 4/1 പോലും ഇല്ല നല്ല കണ്ടന്റുകൾ കാണാനുള്ള വ്യൂവേഴ്സ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇനിയിപ്പോ എന്തായാലും ഒരു അങ്ങനത്തെ ഒരു കണ്ടന്റിലേക്ക് ഞാൻ വീഡിയോസ് ഒന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല നല്ല കണ്ടന്റുകളുമായിട്ട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ബൈ ബൈ.